ആനക്കേരളത്തിലെ കരിവീരന്മാർക്ക് പട്ടങ്ങൾ നൽകുന്നത് ഇപ്പോൾ ഒരു പതിവായിരിക്കുകയാണ്. ഓരോ ആനകൾക്കും ഫാൻസ് അസോസിയേഷൻ വന്നതോടെ ആനപ്രേമത്തിന്റെ പേരിലും മറ്റെന്തിന്റെയൊക്കെയോ അടിസ്ഥാനത്തിലും ഇപ്പോൾ നെയിം പ്ലേറ്റുകളും കേട്ടുകേൾവി പോലുമില്ലാത്ത ആനപ്പട്ടങ്ങളും നൽകി വരുന്നു. മുൻകാലങ്ങളിൽ മൺമറഞ്ഞുപോയ ഗജവീരന്മാർക്ക് ബഹുമതികൾ നൽകിയിരുന്നത് അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഏതൊരാനയ്ക്കും എപ്പോൾ വേണമെങ്കിലും കൊടുക്കാവുന്ന ബഹുമതിയായി മാറിക്കഴിഞ്ഞു ആനപ്പട്ടങ്ങൾ. ആനക്കേരളത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തി ആനപ്പട്ടങ്ങൾ കരസ്ഥമാക്കി മൺമറഞ്ഞുപോയ വളരെ ചുരുക്കം ചില കരിവീരന്മാരെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ലോകത്തിലാദ്യമായി ഗജരാജൻ എന്ന ബഹുമതി കിട്ടിയ ഒരേയൊരാന ഗുരുവായൂർ കേശവനാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടത്തിൽ നിലമ്പൂർ കാടുകളിലെ വാരിക്കുഴിയിൽ വീണ ആനക്കുട്ടി നിലമ്പൂർ കോവിലകത്ത് എത്തിച്ചേർന്നു. 1922 നിലമ്പൂർ കോവിലകത്തെ തമ്പുരാൻ മാനവേദരാജ ആനക്കുട്ടിയെ ഗുരുവായൂരപ്പന് നടയിരുത്തി കേശവൻ എന്ന് നാമകരണം ചെയ്യുന്നത്. ഗുരുവായൂർ കേശവന് മുൻപ് ഗുരുവായൂർ വലിയ പത്മനാഭന് അമ്പലപ്പുഴയിലെ രാജാവ് വീരശൃംഖല പട്ടം നൽകി ആദരിച്ചിരുന്നു. കുട്ടംകുളങ്ങര ദേവസ്വത്തിലെ എണ്ണം പറഞ്ഞ നാട്ടാനച്ചന്തമായിരുന്നു കുട്ടംകുളങ്ങര രാംദാസ്. കേരള ഗവൺമെന്റ് സംഘടിപ്പിച്ച തൊടുപുഴ ഗജമേളയിൽ വച്ചാണ് രാംദാസിന് ഗജരാജപ്പട്ടം നൽകി ആദരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗജരാജപ്പട്ടം നൽകി ആദരിച്ച കരിവീരനായിരുന്നു ആറന്മുള രഘുനാഥൻ. തെക്കൻ കേരളത്തിന്റെ ഒരു കാലത്തെ ചക്രവർത്തിയായിരുന്നവൻ. മലയാള സിനിമയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ പോലെ ആനക്കേരളത്തിലെ നിത്യഹരിത നായകനായി ജീവിച്ച് വിഷ്ണുപാദം പൂകിയ കൊമ്പനായിരുന്നു കൊട്ടാരക്കര കൃഷ്ണൻകുട്ടി. ആരു കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന ഒരാനച്ചന്തം. 94 വയസ്സിലാണ് കൃഷ്ണൻകുട്ടി ഈ ലോകത്തോട് വിട പറയുന്നത്. ചെരിയുന്നതിന് 1 വർഷം മുൻപ് കൃഷ്ണൻകുട്ടിക്ക് ഗജമുത്തച്ഛൻ പട്ടം നൽകി ആദരിച്ചിരുന്നു. ഗുരുവായൂരപ്പന്റെ ഗജസമ്പത്തിലെ ഉശിരൻ ആൺപിറപ്പ്, കേശവന്റെ പിൻഗാമിയായി അറിയപ്പെട്ടിരുന്നവൻ. ആനപ്രേമികൾ ഗുരുവായൂരപ്പന്റെ പ്രതിരൂപമായി കണ്ടിരുന്ന സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭന് ഗജരത്നം പട്ടം നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ലാതെ പട്ടങ്ങൾക്കെല്ലാം മൂല്യമുണ്ടായിരുന്ന അക്കാലത്ത് ആനയ്ക്കൊരു പട്ടം കൊടുക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ആനപ്പട്ടങ്ങൾ കിട്ടിയ കരിവീരന്മാരുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള വീഡിയോകളിൽ ആനപ്പട്ടം കിട്ടിയ കൂടുതൽ ഗജവീരന്മാരെ നമുക്ക് പരിചയപ്പെടാം.